ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനന്തപുരി തറവാടിൻ്റെ പടിയിറങ്ങി ഗസ്റ്റ് ഹൗസിലേക്ക് ആദർശ് താമസം മാറ്റിയത് വെറുതെ ആയിരുന്നില്ല. തന്നെ ചതിച്ചതാരാണെന്ന് കണ്ടുപിടിക്കാനും അത് തെളിവ് സഹിതം മുത്തച്ഛൻ്റെ മുൻപിൽ ഹാജരാക്കാനും അതുപോലെ താൻ കാരണം മൂർത്തി ജ്വല്ലറിയുടെ ഷെയർ താഴേക്ക് പോവുകയും അത് രണ്ടാം സ്ഥാനത്തേക്കാകാൻ കാരണമാവുകയും ചെയ്തില്ലേ, അത് വീണ്ടും പഴയതുപോലെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ആദർശ് വീട്ടിൽ നിന്നിറങ്ങിയത്. അതിനുവേണ്ടി ആദർശ് ആദ്യം തന്നെ ചെയ്തത് നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദുവിനെ വിളിച്ചിട്ട് ആദർശ് പറയുന്നുണ്ട്, നന്ദു, അന്ന് ഞാൻ താമസിച്ച ആ ഹോട്ടലിൽ, മുംബൈയിലെ ഹോട്ടലിൽ വെച്ച് എങ്ങനെയെങ്കിലും അവിടുത്തെ CCTV ഫുട്ടേജസ് ഒന്ന് കൈക്കലാക്കിയേ പറ്റൂ. അന്ന് എനിക്ക് ജ്യൂസ് കൊണ്ടുതന്ന ആ പെൺകുട്ടി അതാരാണെന്നും അവൾ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നും എനിക്ക് അറിഞ്ഞേ പറ്റൂ. അങ്ങനെ നന്ദു തൻ്റെ ഡ്യൂട്ടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതേസമയം തന്നെ ആദർശ് മുംബൈയിലെ കമ്പനിയിലുള്ള അവൻ്റെ ഫ്രണ്ട്സിനോട്, സ്റ്റാഫിനോട് വിളിച്ച് വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആ ഹോട്ടലിൽ പോയി അവിടുത്തെ CCTV ഫുട്ടേജസ് കരസ്ഥമാക്കണമെന്ന് ആദർശ് കൂട്ടുകാരനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുവഴി അവരും ഹോട്ടലിൽ ചെന്ന് ആ ഗ്രീന എന്ന പെൺകുട്ടിയെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ കാര്യങ്ങളൊന്നും അത്ര എളുപ്പമായിരുന്നില്ല. അവർ അതിനെപ്പറ്റി അന്വേഷിക്കുമ്പോൾ ആ ഹോട്ടലിലെ ജീവനക്കാർ പറയുന്നത്, ഞങ്ങൾക്ക് ഒരിക്കലും CCTV ഫുട്ടേജസ് തരാൻ സാധിക്കില്ല. കാരണം ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ പ്രൈവസി അത് ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ CCTV ഫുട്ടേജസ് തരാൻ സാധിക്കില്ല. അതുപോലെ പോലീസിൻ്റെ മതിയായ രേഖകളോടെ അവരുടെ നിർദ്ദേശപ്രകാരം വന്നാൽ മാത്രമേ CCTV ഫുട്ടേജസ് നൽകാനാവൂ എന്നുകൂടി അവർ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ആ സ്റ്റാഫ് വിളിച്ച് ആദർശിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ ആദർശ് ഒട്ടും തന്നെ പതറുന്നുണ്ടായിരുന്നില്ല. ആദർശിനറിയാം അടുത്ത വഴി എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം തന്നെ ആദർശ് നന്ദുവിനെ വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദർശ് തൻ്റെ കൂട്ടുകാരനായ കിരണിനെയും വിളിക്കുന്നുണ്ട്. കിരണിനെ വിളിച്ച് തൻ്റെ ആവശ്യങ്ങളും ഇതുപോലെ CCTV ഫുട്ടേജസ് എടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളതിനെ പറ്റിയും അന്വേഷിക്കുന്നുണ്ട്. എന്നുള്ള ആ ഹോട്ടലിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ കിരൺ പറയുന്നുണ്ട്, ഏയ് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആദർശേ, അവിടുത്തെ ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തതും അവിടുത്തെ കൺസ്ട്രക്ഷൻ വർക്കെല്ലാം ചെയ്തത് ഞങ്ങളുടെ കമ്പനിയാണ്. അവിടുത്തെ മാനേജറുമായിട്ട് ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് കിരൺ ആ മാനേജറെ വിളിക്കുന്നുണ്ട്. കിരൺ പറഞ്ഞതുപോലെ തന്നെ കിരണിൻ്റെ ഉറ്റ സുഹൃത്ത് തന്നെയായിരുന്നു അവിടുത്തെ ഹോട്ടൽ മാനേജർ. കിരൺ വിളിച്ച ഉടനെ തന്നെ അദ്ദേഹം അവിടുത്തെ നിയമങ്ങളെല്ലാം തന്നെ മാറ്റിവെച്ച് CCTV ഫുട്ടേജസ് നൽകാൻ തയ്യാറായി. അങ്ങനെ നന്ദുവും അവിടെ ചെന്ന് അവിടുത്തെ ഫുട്ടേജസ് ഒക്കെ കരസ്ഥമാക്കുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ടുവന്ന് ആദർശിനെ കാണിക്കുമ്പോൾ തന്നെ ആദർശ് ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം ആ കമ്പനിയിലേക്ക് ഗ്രീനെ ആദരിച്ചു കൊണ്ടുവരുന്നത് മറ്റാരുമായിരുന്നില്ല, AM ജ്വല്ലറിയുടെ മാനേജറായ ഡേവിഡാണ്. അങ്ങനെ അകത്തേക്ക് വന്നതിന് ശേഷം അവിടെ വെച്ച് സ്റ്റാലിൻ മാർട്ടിൻ കമ്പനിയുടെ ജ്വല്ലറിയുടെ യൂണിഫോം മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഗ്രീന. അതൊക്കെ കണ്ടപ്പോൾ തന്നെ ആദർശിന് വല്ലാത്ത ദേഷ്യം തന്നെ ആ പെൺകുട്ടിയോട് വരുന്നുണ്ട്. അങ്ങനെ ബാക്കി കാണുമ്പോൾ ആദർശ് ഓർഡർ ചെയ്ത ജ്യൂസുമായി വരുന്ന റൂം ബോയിയെ വഴിയിൽ വെച്ച് തടഞ്ഞു നിർത്തി അവരുടെ കയ്യിൽ നിന്ന് ഗ്രീന ജ്യൂസും വാങ്ങിച്ചുകൊണ്ട് വരുന്നതാണ് കാണുന്നത്. അത് കണ്ടപ്പോൾ ആദർശിൻ്റെ രക്തം വല്ലാതെ തിളയ്ക്കുന്നുണ്ട്. ആ റൂം ബോയിയുടെ പോക്കറ്റിലേക്ക് നോട്ടുകെട്ടുകൾ തിരികെ വെക്കുന്നതും എന്നിട്ട് ആ ജ്യൂസ് ട്രേ വാങ്ങി അവൾ ആദർശിൻ്റെ റൂമിലേക്ക് വരുന്നതുമൊക്കെ ആ ദൃശ്യത്തിൽ വ്യക്തമായിട്ട് കാണാമായിരുന്നു. അവിടെ നിന്ന് കോറിഡോറിലൂടെയുള്ള CCTV ഫുട്ടേജസ് നോക്കുമ്പോൾ അവിടെ വെച്ച് അവൾ ആ റൂമിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ആ ഗ്ലാസ് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കുന്നതായും കാണാം. അതോടുകൂടി ആദർശിന് മനസ്സിലായും ഡേവിഡിൻ്റെ വാക്കും പ്രകാരം ഗ്രീന അഭിനയിച്ച് തീർത്തത് മൊത്തം തന്നെ ചതിക്കാനുള്ള മരുന്നുകളാണ്. ഇതോടുകൂടി ശത്രു ആരാണെന്നുള്ളത് ആദർശിന് വ്യക്തമായി മനസ്സിലായി. തന്നെ ചതിച്ചത് വേറെ ആരുമല്ല, AM ജ്വല്ലറിയിലെ MD തന്നെയാണ് എന്നുള്ള കാര്യവും ആദർശിന് ഉറപ്പായി. എന്നിട്ടും ആദർശ് ഒട്ടും തന്നെ പതറിയില്ല. ശത്രു ആരാണെന്ന് മനസ്സിലാക്കിയ താൻ ഇനി തിരിച്ചടി കൊടുക്കാൻ പോവാണെന്നുള്ള ഉറച്ച തീരുമാനത്തിലായിരുന്നു ആദർശ്. അങ്ങനെ ഗ്രീന എന്ന പെൺകുട്ടിയുടെ മുഖം വ്യക്തമായതോടുകൂടി നന്ദുവിൻ്റെ അന്വേഷണം ഊർജിതമാക്കി മുംബൈ പോലീസും കൂടെ ഒപ്പത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഗ്രീന എന്ന പെൺകുട്ടിയെ കണ്ടുപിടിക്കുകയുണ്ടായി. അങ്ങനെ നന്ദു ഗ്രീനയെ പിടികൂടുന്നുണ്ട്. പിടികൂടി പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ തന്നെ ഗ്രീന ആകെ പതറിപ്പോകുന്നുണ്ട്.
അവൾ സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തുടങ്ങി. തനിക്ക് പണത്തിൻ്റെ ആവശ്യം വന്നപ്പോൾ ജ്വല്ലറിയിലെ MD ഡേവിഡാണ് തന്നെ സഹായിച്ചതെന്നും അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അങ്ങനെയൊക്കെ ചെയ്തതെന്നും അങ്ങനെ വ്യക്തമായി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതോടുകൂടി MD ആയ ഡേവിഡിനെ നന്ദുവും കൂട്ടരും അറസ്റ്റ് ചെയ്യുകയാണ്. ആ ചോദ്യം ചെയ്യലിൽ അവസാനം ഗതികെട്ട് അയാൾ പറയുന്നുണ്ട്, ഞാനല്ല, ജ്വല്ലറിയുടെ MD മാത്രമാണ് ഞാൻ, അതിൻ്റെ ഓണർ ഞാനല്ല. നന്ദുവിൻ്റെ ചോദ്യം ചെയ്യലിൽ പതറിപ്പോയ ഡേവിഡ് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. താനല്ല ജ്വല്ലറിയുടെ ഓണറെന്നും അത് നാഗേന്ദ്രനാണെന്നും ഡേവിഡ് തുറന്നു പറയുകയാണ്. ആ പേര് കേട്ടതോടുകൂടി നന്ദു ആകെ വല്ലാണ്ട് അസ്വസ്ഥമാവുന്നുണ്ട്. അങ്ങനെ നന്ദു ആദർശിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആദർശേട്ടാ, ഡേവിഡ് പറഞ്ഞനുസരിച്ച് ഒരു നാഗേന്ദ്രനാണ് ജ്വല്ലറിയുടെ MD, ഓണർ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, ആര്, നാഗേന്ദ്രനോ? അതേ ആദർശേട്ടാ, അങ്ങനെയാണ് പറഞ്ഞത്. ദൈവമേ, അത് മറ്റാരുമല്ല, അത് ജലജാപ്പച്ചിയുടെ ഭർത്താവാണ് നാഗേന്ദ്രൻ. ആദർശം ഒന്ന് പതറുന്നുണ്ട്. അതോടുകൂടി ആദർശ് പറയുന്നുണ്ട്, ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി വ്യക്തമാകുന്നത്. പണ്ട് മുത്തശ്ശന് അയാളെ ജ്വല്ലറിയിൽ നിന്ന് ഇറക്കി വിട്ടു. അതിൻ്റെ പ്രതികാരം തീർക്കാനാണ് അയാൾ ഇത്രയും കുരുട്ടുബുദ്ധിയുമായിട്ട് ഇറങ്ങിയത്. ഇനി അയാളെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ മൂർത്തീസ് ജ്വല്ലറിയെ തകർക്കാൻ വേണ്ടി ജ്വല്ലറി എന്നൊരു മറയുണ്ടാക്കി അയാൾ ഒളിച്ചിരിക്കുമായിരുന്നു അല്ലേ? ശരി, എന്തായാലും ശത്രു ആരാണെന്നുള്ള കാര്യം വ്യക്തമായല്ലോ. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് ആദർശ് നന്ദുവിനോട് പറയുകയാണ്. അങ്ങനെ ആദർശ് നാഗേന്ദ്രനെ നേരിട്ട് കാണുന്നുണ്ട്. ആദർശ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ചതിയിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് നന്നായി അറിയാമല്ലേ? എന്ത് നീചമായ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്? ആദർശിൻ്റെ വല്ലാത്തൊരു മുഖം കണ്ട് നാഗേന്ദ്രൻ ഒന്ന് പതറുന്നുണ്ട്. അയാളുടെ ആ പതറുന്ന സമയത്ത് തന്നെ ആദർശ് പറയുന്നുണ്ട്, നിന്നെപ്പോലെ ഒരുത്തന്നെ നീചമായ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കൂ. ഇനിയും നീ ഒളിച്ചിരുന്ന് കരുക്കൾ നിൽക്കേണ്ട കാര്യമില്ല, നിന്നെ ഇനി ജീവനോടെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആദർശ് നാഗേന്ദ്രൻ്റെ കഴുത്തെ പിടിച്ച് തള്ളുന്നുണ്ട്. നേരെ മുത്തശ്ശൻ്റെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. നാഗേന്ദ്രൻ്റെ മുത്തശ്ശൻ്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ആദർശ് പറയുന്നുണ്ട്, ഇവൻ ഒറ്റയൊരുത്തനാണ് നമ്മളെ ചതിക്കാൻ നോക്കിയത്. ഊർക്കുവഴിയെല്ലാം തിരഞ്ഞെടുത്ത് നമ്മളെ ജ്വല്ലറിയിലും അതേപോലെ നമ്മുടെ കുടുംബത്തെയും തകർക്കാൻ മുന്നിട്ടിറങ്ങിയത് ഇയാളാണ്. ഇയാൾക്ക് വേണ്ട ശിക്ഷ അത് എന്താണെങ്കിലും മുത്തശ്ശന് നൽകാം. ഇതെല്ലാം കേട്ട് നോക്കി നിൽക്കുന്ന മുത്തശ്ശൻ്റെ മുമ്പിൽ ഗ്രീന പറഞ്ഞ തെളിവുകളും ഇതുവരെ നാഗേന്ദ്രൻ ചെയ്തു കൂട്ടിയ തെറ്റുകളും എല്ലാം തന്നെ മുത്തശ്ശനെ എടുത്ത് കാണിക്കുന്നുണ്ട് ആദർശ്. നാഗേന്ദ്രൻ ചെയ്ത തെറ്റുകളെല്ലാം തന്നെ കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ ആകെ തകർന്നുപോയി. തൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി മകളുടെ ഭർത്താവായ ആളെ തന്നെ ഇത്രയും ചതിയൊരുക്കിയല്ലോ എന്നോർത്ത് മുത്തശ്ശൻ നെടുവീർപ്പിട്ടു. അതുപോലെ തന്നെ താൻ തെറ്റുകാരനല്ല എന്നും തനിക്ക് പറ്റിയ ചതിയെപ്പറ്റി എല്ലാ കാര്യങ്ങളും മുത്തശ്ശൻ്റെ മുമ്പിൽ ആദർശ് വെളിപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ മുത്തശ്ശൻ്റെ നിർദ്ദേശപ്രകാരം നാഗേന്ദ്രനെയും അതേപോലെ ഡേവിഡിനെയും നന്ദു അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതോടുകൂടി തന്നെ ജ്വല്ലറിയുടെ പതനം ആരംഭിക്കുകയായിരുന്നു. എല്ലാ ന്യൂസ് ചാനലുകളിലും തന്നെ വാർത്തയായി വന്നു. ജ്വല്ലറിയുടെ ഓണറും അതുപോലെ മാനേജിംഗ് ഡയറക്ടറും അറസ്റ്റിലായി എന്നുള്ള വിവരം. എല്ലാം കൂടെ ആയപ്പോൾ തന്നെ ഷെയർ മാർക്കറ്റിൽ പോലും ജ്വല്ലറി വല്ലാത്ത ഇടിവാണ് നേരിടുന്നത്. ഈ സമയത്ത് മൂർത്തീസ് ജ്വല്ലറിയുടെ നഷ്ടപ്പെട്ടു പോയ പ്രതാപങ്ങളെല്ലാം തന്നെ ആദർശ് വീണ്ടെടുത്തു. അങ്ങനെ വീണ്ടും മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയി എല്ലാ അധികാരങ്ങളോടെയും പ്രൗഢിയോടും കൂടി ആദർശ് തിരിച്ച് അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ അവന്തികയും ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളതായി നന്ദു കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ നന്ദു ആദർശേട്ടനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഒരിക്കലും അവന്തിയെ വിശ്വസിക്കാൻ പാടില്ല എന്നും നാഗേന്ദ്രനും അവന്തികയും ഒന്നിച്ചാണ് ഈ കളിയിൽ മുന്നോട്ട് വന്നതെന്നും വീട്ടിൽ നടന്ന എല്ലാ തെറ്റും കാര്യങ്ങളും കമ്പനിയുടെ കാര്യങ്ങളും ജ്വല്ലറിക്ക് ചോർത്തിക്കൊടുത്തത് അവന്തികയാണെന്നും നന്ദു തെളിയിക്കുന്നുണ്ട്. അങ്ങനെ ജലജയും മക്കളും കൂടിയാണ് തന്നെ ഇത്രയധികം തകർക്കാൻ മുന്നിട്ട് നിന്നതെന്ന് എല്ലാം മനസ്സിലാക്കിയ മുത്തശ്ശൻ അബിയെയും അതുപോലെ തന്നെ ജലജയെയും അവന്തികയെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. അതുപോലെ ചന്തുമോളുടെ അച്ഛൻ ആദർശല്ല അബിയാണെന്നും നവ്യയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടി ആദർശ് അത് ഏറ്റെടുത്തതാണെന്നും ഉള്ള കാര്യങ്ങളെല്ലാം നവ്യയോട് വെളിപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം കൂടി അറിഞ്ഞ് നവ്യ ആകെ തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ,
നീ അവനെപ്പറ്റി ചിന്തിച്ച് നിന്റെ കരിയറൊന്നും ഇല്ലാതാക്കരുത്. നിനക്ക് ഇവിടെ നിന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. അവനെ കൊന്ന് നീ നിന്റെ കുഞ്ഞിന് അമ്മയും കൂടി ഇല്ലാതാക്കരുത്. നിന്റെ ശിക്ഷണത്തിൽ നല്ല കുട്ടിയായിട്ട് നിന്റെ മകൻ വളരണം. നിനക്ക് ഇഷ്ടമുള്ളത്രത്തോളം കാലം ഇവിടെ നിൽക്കാം. നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ ആരും പറയില്ല. അതുപോലെ തന്നെ മൂർത്തി ചില്ലറയുടെ ഒരു വീതം അത് നിനക്കുള്ളതായിരിക്കും എന്നിങ്ങനെ മുത്തശ്ശൻ നവ്യയോട് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് നവ്യ ആകപ്പാടെ സങ്കടത്തിൽ ആദർശിനോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. താൻ ഇതുവരെ പറഞ്ഞു പോയ കാര്യങ്ങൾക്കെല്ലാം കുറ്റബോധത്തോടു കൂടി തന്നെ നയനയോടും ആദർശിനോടും നവ്യ ക്ഷമ ചോദിക്കുകയാണ്. അതുവരെ ചന്തുമോളെ വെറുത്തതിനും എല്ലാം ചന്തുമോളോട് ക്ഷമ പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടു കൂടി തന്നെ കഴിയുകയാണ്.